പ്രവാചകൻ എന്തുവാ ചെയ്യുന്നത്? ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ആലോചന ജനത്തോട് അറിയിക്കുക. പ്രസംഗിക്കാൻ നിൽക്കുന്ന ആളോ? പ്രസംഗിക്കാൻ നിൽക്കുന്ന whoever is the preacher is doing the same thing. ദൈവത്തിന്റെ ആലോചന ജനത്തോട് അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വചന ശുശ്രൂഷ കേൾക്കാനിരിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താവണം? ആരാ ഇന്ന് എബിപാസ്റ്ററോ അല്ലെങ്കിൽ ടോംസോ ആൽവിയോ അല്ല, ഇതിന്റെ പുറകിൽ ആര് സംസാരിച്ചിട്ടുണ്ട്? ദൈവത്തിന്റെ എന്ന് പറഞ്ഞാൽ ദ വേർഡ് ഓഫ് ദ പ്രൊഫറ്റ്, പ്രവാചകന്റെ വാക്കുകൾ സിംഹത്തിന്റെ ഗർജനമായിരുന്നു. യഹോവയുടെ ശബ്ദമാണ് പ്രവാചകൻ പറഞ്ഞത്. പ്രസംഗിക്കാൻ ആര് നിന്നാലും പ്രസംഗി പറയുന്ന ദൈവവചനത്തിൽ അതിന്റെ പുറകിലുള്ള ദൈവ ശബ്ദത്തെ നമ്മൾ മിസ് ചെയ്യരുത്. കേൾക്കുന്നുണ്ടോ ദൈവശബ്ദം? 1 മണിക്കൂറത്തെ പ്രസംഗം ഇപ്പോൾ കഴിയും, പക്ഷെങ്കിൽ ദൈവശബ്ദം മിസ്സായി പോയാൽ, എന്നോട് നിങ്ങളോട് ഇന്ന് രാത്രി ദൈവത്തിന് ചിലത് പറയാനുണ്ട്, അത് നമ്മൾ കേൾക്കാതെ പോയാൽ, കാരണം നമ്മുടെ ഉള്ളിൽ ആ ഒരു ഗൗരവമില്ല. ആവർത്തിച്ച് കർത്താവിന്റെ ദാസൻ പറയുന്ന ഒരു കാര്യമുണ്ട്, when the Bible speaks, God is speaking. ആ ഒരു റെവറൻസ് ഉണ്ടോ? ആ ഒരു ആദരവുണ്ടോ? ദിസ് ഈസ് ജസ്റ്റ് ടു ഫിൽ ദ ടൈം എന്ന് പറഞ്ഞ പാട്ട് കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞ് 8:30 വരെ യോഗം പോകാൻ വേണ്ടി വചന ശുശ്രൂഷ തിരികെ കയറ്റുമല്ല. ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്. ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ ആലോചനയുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ ഗൗരവത്തിൽ വേണം നമ്മൾ ദൈവത്തിന്റെ വചന ശുശ്രൂഷയിലേക്ക് അടുത്ത് വരാൻ.